നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഓരോരോ വികസന പ്രവർത്തനങ്ങളായി അടുക്കും ചിട്ടയുമായി നടത്തുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ് അതിൻ്റെ ലക്ഷ്യമെന്ന് മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. തൃശ്ശൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ചരിത്ര വിജയം നേടിയാണ് സുരേഷ് ഗോപി പാർലമെൻറ്റിലേക്ക് എത്തിയത്. പാർലമെൻറ്റിലേക്ക് എത്തിയ കേരളത്തിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിക്ക് അർഹമായ പ്രാതിനിധ്യം കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദി നൽകുകയും ചെയ്തു. അതിനു പിന്നാലെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, തന്നിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസങ്ങൾ ഓരോന്നായി ചെയ്തു തീർക്കുകയാണ് കേരളത്തിൻ്റെ സ്വന്തം മന്ത്രി. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ വിഷയത്തിൽ അദ്ദേഹം ISRO ചെയർമാനുമായി നടത്തിയ ഇടപെടലുകൾക്ക് കേരളത്തിൽ നിന്നുള്ള അഭിനന്ദന പ്രവാഹമാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 5 ജില്ലയിലെ ജനങ്ങൾ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി തീതിന്ന് ജീവിക്കുന്നത് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിലാണ്. ഭയപ്പാടിലാണ് 5 ജില്ലയിലെ ജനങ്ങൾ ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത്. മാനമൊന്ന് കറുത്താൽ, മഴയൊന്ന് കനത്താൽ ഈ 5 ജില്ലകളിലെ എറണാകുളം അടക്കമുള്ള, ആലപ്പുഴ അടക്കമുള്ള 5 ജില്ലകളിലെ ജനങ്ങൾക്ക് നെഞ്ചിടിപ്പാണ്. കാരണം മുല്ലപ്പെരിയാർ ഏത് നിമിഷവും പൊട്ടുമെന്ന വലിയ ഭീതി പല കാലങ്ങളിലായി ജനങ്ങളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേരളത്തിൻ്റെ നേർപകുതി നശിച്ചു നാമാവശേഷമാകുന്നതിന് കാരണമാകുമെന്ന് ഏവർക്കും അറിയാം. ഈ ഭയപ്പാട് മാറുന്നതിനുള്ള ഏറ്റവും വലിയ പരിഹാര മാർഗമാണ് സുരേഷ് ഗോപി ഇപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളുടെ പ്രളയ സാധ്യത മുൻകൂട്ടി തിരിച്ചറിയുന്നതിനുള്ള ഉപഗ്രഹ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ISRO ചെയർമാൻ S സോമനാഥുമായി ചർച്ച നടത്തി. ISRO ആസ്ഥാനമായ ബാംഗ്ലൂരിലാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ രാജ്യത്ത് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ നടത്താൻ ISROയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശ്രമം ആരംഭിച്ചത്. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുന്നതിന് പുറമെ പുനരധിവാസ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ ഉയർന്ന റെസല്യൂഷനിലുള്ള ഭൂപ്രദേശ ഡേറ്റ ഉൾപ്പെടെയുള്ള ഉപഗ്രഹാധിഷ്ഠിത വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള സന്നദ്ധത സോമനാഥ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അറിയിച്ചു. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ പ്രൊഫസർ ജെയ്സൺ പോൾ മല്ലേരിക്കൽ, എറണാകുളം ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനെ പ്രതികരിച്ച സുനിൽ പോൾ, ISROയുടെ ഹൈദരാബാദ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ഡയറക്ടർ ഡോക്ടർ പ്രകാശ് ചൗഹാൻ എന്നിവരും ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. എന്തായാലും കേരളത്തിൻ്റെ മാത്രം മന്ത്രിയായിരിക്കില്ല താൻ, തമിഴ്നാടിൻ്റെ കൂടി മന്ത്രിയായിരിക്കുമെന്ന് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാവുകയാണ്. കേരളവും തമിഴ്നാടുമായി കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നടക്കുന്ന തർക്കമാണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടത്. 2014 മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷാ പരിശോധന അവസാനമായി നടന്നത്. അതിനുശേഷം 2018 സുരക്ഷാ പരിശോധന നടത്തേണ്ടതായിരുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ തമിഴ്നാട് തടസ്സവാദം ഉന്നയിച്ചതോടുകൂടിയാണ് ഈ സുരക്ഷാ പരിശോധന അനന്തമായി നീണ്ടുപോകുന്നത്. അതുമാത്രവുമല്ല, മറ്റൊരു ഡാമിനെ സംബന്ധിച്ച പ്രാരംഭ പരിശോധനാ നടപടികൾ, അതിൻ്റെ സാധ്യതാ പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി മുന്നോട്ട് പോകാൻ കേരളത്തിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ സമയത്ത് തടസ്സവാദങ്ങൾ തമിഴ്നാട് ഉന്നയിക്കുകയും അത് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ കേരളം എന്തെങ്കിലും ഒരു നടപടി ആരംഭിച്ചാൽ അത് കോടതിയെ ലക്ഷ്യമാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് കേരളത്തിന് പല ഘട്ടങ്ങളിലായി തിരിച്ചടിയായിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ചുമതലയേറ്റ ശേഷം അദ്ദേഹം നിർണായകമായി ഇടപെട്ട ആദ്യത്തെ ഒരു സംഭവം മുല്ലപ്പെരിയാർ വിഷയമാണ്. 2 സംസ്ഥാനങ്ങൾ തമ്മിൽ നടക്കുന്ന വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നടക്കുന്ന തർക്കം അപ്പോൾ അന്തർ സംസ്ഥാന വിഷയമാണ്. ആ വിഷയത്തിന് രമ്യമായ ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ 2 സംസ്ഥാനങ്ങളുടെയും സർക്കാരുകൾ കൂടിയാലോചിച്ച് അതിൽ ഒരു സമവായത്തിലേക്ക് എത്തണം. അല്ലാത്ത പക്ഷം ഇരു വിഭാഗങ്ങളും അവരവരുടെ ന്യായവാദങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഒരു സമവായത്തിലെത്തില്ല. ഇവിടെയാണ് സുരേഷ് ഗോപിയെ പോലെ ഏറ്റവും തന്ത്രശാലിയായ, ഏറ്റവും പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ഒരു അവസരം അദ്ദേഹം വിനിയോഗിക്കുന്നത്. എന്തായാലും ഇതുവരെ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേരളത്തിലെ മാറി മാറി വരുന്ന ഇടതു വലതു സർക്കാരുകൾക്ക്
ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ. പലപ്പോഴും കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പോലും ബലികഴിക്കേണ്ട അവസ്ഥ വന്നു. കക്ഷി രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കേരളത്തിന് ലഭിക്കേണ്ട അനുകൂലമായ വ്യവസ്ഥകൾ പോലും അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇനി അതുണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലുകളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ് ഇപ്പോൾ വലിയൊരു വിഭാഗം മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നേതാവിനെയാണ് കേരളം കാത്തിരുന്നത് എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിന് അനിവാര്യമായത് എന്ത്? രാഷ്ട്രീയത്തിനപ്പുറം ജാതിമത ചിന്തകൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് അനിവാര്യമായതെന്ത്? അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്ത്? ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് കേന്ദ്രമന്ത്രി ആയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഹരിശ്രീ കുറിക്കൽ ഒരിക്കലും തെറ്റിയില്ല. പതിറ്റാണ്ടുകളായി 5 ജില്ലകളിലെ ജനത അനുഭവിക്കുന്ന വേദന സ്വയം തിരിച്ചറിഞ്ഞ സുരേഷ് ഗോപി അതിൻ്റെ പരിഹാരത്തിലേക്ക് കടന്നിരിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു നീക്കം നടത്താൻ ISROയുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപഗ്രഹ ബഹിരാകാശ സാങ്കേതിക വിദ്യ കൊണ്ട് പ്രളയം മുൻകൂട്ടി തിരിച്ചറിയാനുള്ള ഒരു സാങ്കേതിക വിദ്യ രൂപപ്പെടുത്തുക. അതുമാത്രവുമല്ല, ഏറ്റവും സെൻസിറ്റീവായ ഭൂപ്രദേശ ഡേറ്റ തയ്യാറാക്കുക. അതിലൂടെ ആ ജനങ്ങൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുക. പ്രളയമുണ്ടായാൽ പോലും അവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രദേശങ്ങൾ കൂടി കണ്ടെത്തുക. ഇത്തരത്തിൽ വളരെ വിശാലമായ ഒരു പദ്ധതിക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷകരമായ കാര്യം.